ഇന്നുണ്ടാക്കാൻ പോകുന്നത് ചെറുപയറും വാഴച്ചുണ്ടും കൊണ്ടുള്ള തോരനാണ്. ഇവിടെ അതിനായിട്ട് ഒരു വാഴച്ചുണ്ട് അല്ലെങ്കിൽ ബനാന ഫ്ലവർ അതാണ് ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. ഇവിടെ ചെറുപയർ ഞാൻ വേവിച്ചുകൊണ്ടിരിക്കുകയാണ്. 2 കപ്പ് ചെറുപയറാണ് വേവിക്കുന്നത്. വെന്ത് വരുന്ന സമയത്ത് ഈ ചുണ്ട് ചെറുതാക്കി അരിഞ്ഞ് ഈ പയറിലോട്ട് ചേർക്കണം. ഇവിടെ ചെറുപയർ ഇപ്പോൾ വെന്തുകൊണ്ടിരിക്കുകയാണ്. അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ: തേങ്ങ ചിരവിയത്, പച്ചമുളക്, ചെറിയ ഉള്ളി, കറിവേപ്പില. ഇത് നല്ലപോലെ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. നല്ലപോലെ അരിഞ്ഞു പോകണ്ട, നമ്മുടെ അവിയലിൻ്റെയൊക്കെ പരുവത്തിലൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഈ കടുക് വറക്കാൻ ആവശ്യമായിട്ടുള്ളത് കടുക്, ആവശ്യത്തിന് എണ്ണ, ഉണക്കമുളക്, ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞത്, മഞ്ഞൾപ്പൊടി. അത് നമുക്ക് ഈ അരപ്പിൽ ചേർക്കാനുള്ളതാണ്. ആദ്യം നമുക്ക് ഈ വാഴച്ചുണ്ടിൻ്റെ കുറേ പോളകൾ അടത്തി മാറ്റണം. അതിന് ശേഷം വേണം ചെറുതായിട്ട് അരിഞ്ഞെടുക്കാനായിട്ട്. ആദ്യം ഇതിങ്ങനെ ഒന്ന് നല്ലപോലെ കുറേ പോളകൾ പൊളിച്ചതിന് ശേഷം നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കുക. ഇപ്പോൾ നമ്മൾ കുറച്ച് പോളകൾ കളഞ്ഞതിന് ശേഷം ചെറുതായിട്ടൊന്ന് കഴുകിയെടുത്താണ്. അത് നല്ലപോലെ കൊത്തി അരിയണം. ഇതുപോലെ ചെറുതായിട്ടിങ്ങനെ നമ്മൾ മാങ്ങ ഒക്കെ പച്ചടിക്ക് അരിയുന്ന പോലെ ചെറുതായിട്ട് കൊത്തി കൊത്തി അരിയണം. ഇതുപോലെ അരിഞ്ഞെടുത്തതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ നല്ലപോലെ ഈ അരിഞ്ഞത്തേൽ നല്ലപോലെ കൂട്ടി തിരുമ്മിയെടുക്കണം. അതിന് ശേഷം വേണം ചെറുപയറിലോട്ട് ചേർക്കാനായിട്ട്. ആദ്യം നമുക്കിതൊന്ന് കൊത്തി അരിഞ്ഞെടുക്കാം. പയർ ഒരു 3/4 ഭാഗം വേവാകുമ്പം ഈ കൊത്തി അരിഞ്ഞത് ഇതിൻ്റെ അകത്തോട്ട് ചേർക്കണം. അപ്പോൾ പയർ വേകുന്ന നേരത്ത് നമുക്കിത് കൊത്തി അരിഞ്ഞെടുക്കാം. ചുണ്ട് നല്ലപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പൊടി പൊടിയായിട്ട് അരിഞ്ഞാണ് വെച്ചിരിക്കുന്നത്. ഈ കുറച്ച് വെളിച്ചെണ്ണ നല്ലപോലെ കുറച്ചൊഴിച്ചാൽ മതി. എന്നിട്ട് നല്ലപോലെ ഒന്ന് തിരുമ്മി അതിൽ പിടിപ്പിക്കണം. അതിൻ്റെ ആ കറയും നമ്മൾ അരിയുമ്പോൾ ഈ നൂല് പോലെ വരും. അതൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ് വെളിച്ചെണ്ണ പുരട്ടുന്നത്. നല്ലപോലെ കൂട്ടി തിരുമ്മി പിടിപ്പിക്കുക. ഒരു കുറച്ച് വെള്ളമുള്ള സമയത്ത്, വെള്ളം പറ്റാൻ പോകുന്ന ആ സമയം ആകുമ്പോഴത്തേക്കും ഈ ചുണ്ട് അരിഞ്ഞത് ഇതിലോട്ട് ചേർക്കുക. ഈ പയർ ഇതിൻ്റെ മേലോട്ട് വരത്തക്ക രീതിയിൽ നല്ലപോലെ ആവിയിൽ ഈ പയറിൻ്റെ ചൂട് കൊണ്ട് നല്ലപോലെ വേകും. ഇപ്പോൾ വെള്ളം പറ്റാറായതുകൊണ്ട് നമ്മുടെ ഫ്ലെയിം തീരെ കുറച്ച് വേണം വെക്കാനായിട്ട്. അല്ലേ പയർ അടിയിൽ പിടിക്കും. നല്ലപോലെ മൂടി പൊത്തി കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം ചെറു തീയിൽ ആ വെള്ളത്തിൻ്റെ അളവ് നോക്കി വേണം ഫ്ലെയിം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാനായിട്ട്. വെള്ളം കൂടുതൽ ഉണ്ടെങ്കിൽ ഇച്ചിരി കുറച്ച് തീ കൂടുതലാണേലും ഫ്ലെയിം കൂടുതലാണേലും കുഴപ്പമില്ല. അല്ലെങ്കിൽ തീരെ ലോ ഫ്ലെയിമിൽ വേണം ഇട്ട് ആവി കയറാനായിട്ട്. തേങ്ങായും പച്ചമുളകും ചെറിയ ഉള്ളിയും കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടെ നല്ലപോലെ നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഒന്ന് മൂടിയെ മാറ്റി നോക്കാം. നല്ലപോലെ എല്ലാം ആവി കയറിയിട്ടുണ്ട്. നമുക്ക് തേങ്ങ ചതച്ചത് ചേർക്കാം. തേങ്ങായും പച്ചമുളകും ചെറിയ ഉള്ളിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. അതുകൂടെ ഇതിൻ്റെ കൂടെ ചേർക്കാം. പയർ നമ്മൾ ഉപ്പിട്ടാണ് വേവിച്ചത്. പോരാത്ത ഉപ്പ് ചേർത്താൽ മതി. നല്ലപോലെ കൂട്ടി യോജിപ്പിക്കാം.
തേങ്ങ ചായച്ച കൂട്ടത്തിൽ പച്ചമുളകും ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കൂടെ നല്ലപോലെ ക്രഷ് ചെയ്തെടുത്താണ്. കുറച്ച് നേരം കൂടെ മൂടി വെച്ച് ആവി കയറ്റാം. മൂടിയെ മാറ്റി നോക്കാം. നമ്മൾ തേങ്ങ ചേർത്തതിന് ശേഷം കുറച്ച് നേരം കൂടെ ആവി കയറ്റിയിട്ടുണ്ട്. എല്ലാം നല്ലപോലെ പാകത്തിന് ഒരു തരി വെള്ളമില്ലാതെ നല്ലപോലെ പറ്റിയിരിക്കുകയാണ്. നമുക്ക് ഇതൊരു സൈഡിലോട്ട് മാറ്റി വെച്ചതിന് ശേഷം വേറൊരു പാൻ വെച്ച് അതിൽ കടുക് വറക്കാം. അതിന് ശേഷം ഈ ചുണ്ടും ചെറുപയറും എല്ലാം കൂടെ ഇതിനകത്തോട്ട് കടുകിൽ താളിച്ചെടുക്കാം. ഒരു പാൻ വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയിട്ടുണ്ട്. ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളി, കറിവേപ്പില, ഇനി ഇതിലോട്ട് നമ്മുടെ ചെറുപയറും ചുണ്ടും തേങ്ങ ചായച്ചതും കൂടെ ഇതിലോട്ട് ചേർക്കാം. നല്ലപോലെ കൂട്ടി യോജിപ്പിക്കുക. പയറ് വെന്തിരിക്കുകയാണെങ്കിൽ വാഴച്ചുണ്ട് അരിയുന്ന താമസമേ ഉള്ളൂ കറി റെഡിയാക്കാനായിട്ട്. വാഴച്ചുണ്ട് ചെറുപയർ തോരൻ റെഡിയായിട്ടുണ്ട്.